വിശുദ്ധ ഖുർആനിൽ 200-ൽ പരം ആയത്തുകളിൽ മൃഗങ്ങളെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. 6 അധ്യായങ്ങളുടെ പേരുകൾ ഖുർആനിൽ മൃഗങ്ങളെക്കുറിച്ചുള്ളതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് അൽ ബഖറ, പശു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അധ്യായത്തിൻ്റെ പേര് പശു എന്നാണ്. മറ്റൊന്ന് അൽ അൻആം, നാൽക്കാലികൾ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്, ഒരു സൂറത്തുണ്ട്. പിന്നെ തേനീച്ചയുടെ പേരിൽ അന്നഹ്ല്, അതേപോലെ അന്നംല്, ഉറുമ്പ്, അൽ അൻകബൂത്ത്, 8 കാലി. ആനയുടെ പേരിലും ഒരു അധ്യായമുണ്ട്, അൽ ഫീൽ. അപ്പോൾ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ ഇതേപോലെ മൃഗങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. യാസീൻ എന്ന അധ്യായത്തിൽ 71-ാം സൂക്തം മുതൽ 72 വരെയുള്ള ആയത്തുകളിൽ പ്രകാരം കാണാം: അവലം യറവു അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റുകൂബുഹും മിൻഹാ യഅ്കുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യഷ്കുറൂൻ. അല്ലാഹു പറയാണ്, നമ്മുടെ കരങ്ങളാൽ നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ച നാൽക്കാലികളെ അവർ കാണുന്നില്ലേ? അവയെ നാം അവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി മെരുക്കി കൊടുത്തു, അവർക്ക് വാഹനമായും ഭക്ഷണമായും ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അതുകൂടാതെ മറ്റ് ധാരാളം പ്രയോജനങ്ങളും പാല് പോലുള്ള പാനീയങ്ങളുമൊക്കെ അതിലുണ്ട്. എന്നിട്ടും ഈ മനുഷ്യർക്ക് അള്ളാഹുവോട് നന്ദി കാണിച്ചു കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജീവിയെയും ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. മനുഷ്യരെ പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടവരാണ് മറ്റു വർഗങ്ങളും എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഖുർആനിൽ പറയുന്നത്: വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഭൂമിയിലുള്ള ഏതൊരു മൃഗമാകട്ടെ, അല്ലെങ്കിൽ ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷികളോ പറവകളോ, അതൊക്കെ തന്നെ നിങ്ങളെപ്പോലുള്ള വർഗങ്ങൾ തന്നെയാണ്. പരസ്പരം ഉപദ്രവിക്കുന്ന മൃഗങ്ങളെപ്പോലും അന്ത്യനാളിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങേറ്റം നീതിപൂർവം അവ ജീവിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആന്റെ ആഹ്വാനം. അതേപോലെ നിങ്ങൾക്ക് വാഹനമായും അലങ്കാരമായും കുതിരകളെയും കഴുതകളെയും ഒക്കെ സൃഷ്ടിച്ചു. നിങ്ങളറിയാത്ത പലതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ ഖുർആനിൽ വിവിധ ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. നാൽക്കാലികളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്ന, ചൂട് പകർന്നു നൽകുന്ന വസ്ത്രം, അതായത് രോമവസ്ത്രം അവയിലുണ്ട്. മറ്റനേകം പ്രയോജനങ്ങൾ അവയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവയെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ മേയാൻ വിടുമ്പോഴും വൈകുന്നേരം അവ തിരിച്ചു വരുമ്പോഴും നിങ്ങൾക്കതിൽ കൗതുകവും സന്തോഷവും സൗന്ദര്യവും നിങ്ങൾക്ക് ദർശിക്കാം. അതേപോലെ വളരെ ക്ലേശത്തോടു കൂടിയല്ലാതെ ചെന്നെത്താനാവാത്ത സ്ഥലങ്ങളിലേക്ക് അവ നിങ്ങളുടെ ഭാരം ചുമക്കുന്നു. നിങ്ങളുടെ റബ്ബ് അങ്ങേയറ്റം കഴിവുള്ളവനാണ്, ദയാപരനാണ് എന്ന് സൂറത്തുൻ നഹ്ലിൽ വിവരിക്കുന്നുണ്ട്. വിശ്വാസല്ലമ നബിതിരുമേനി ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകം അതിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നബിതിരുമേനി അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ തലോടിക്കൊണ്ട് ചോദിച്ചു, ഇതാരുടെ ഒട്ടകമാണ് എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു യുവാവ് അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റേതാണ് പ്രവാചകരെ. അപ്പോൾ നബിതിരുമേനി പറഞ്ഞു, അള്ളാഹു സംരക്ഷിക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ച ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഈ ഒട്ടകത്തെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന്
ആ ഒട്ടകം എന്നോട് പരാതി പറയുകയായിരുന്നു. അതുപോലെ വിശ്വാസല്ലമ ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരാൾ യാത്രാമധ്യേ ദാഹിച്ചു വലഞ്ഞു. അങ്ങനെ വഴിയിൽ കണ്ട ഒരു കിണറിൽ അദ്ദേഹം ഇറങ്ങി വെള്ളം കുടിച്ചു. വളരെ പ്രയാസപ്പെട്ട് കരക്ക് കയറി. നോക്കുമ്പോൾ ഒരു നായ ദാഹിച്ച് വലഞ്ഞ് നാക്ക് നീട്ടി നിൽക്കുകയാണ്. അങ്ങനെ അയാൾ വീണ്ടും കിണറ്റിൽ ഇറങ്ങിയിട്ട് തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്ന് നായക്കത് കുടിക്കാൻ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അവനോട് അവൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും അതിൻ്റെ പേരിൽ അവനെ സ്വർഗത്തിന് അർഹനാക്കുകയും ചെയ്തു എന്ന് ശാസ്ത്രം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ജീവിയെ അംഗഭംഗം വരുത്തിയാൽ അന്ത്യനാളിൽ അള്ളാഹു അവനെയും അംഗഭംഗം വരുത്തുമെന്നും പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരിക്കൽ നബി നടന്നു പോകുമ്പോഴൊരാൾ തൻ്റെ ആടിൻ്റെ ശരീരത്തിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് കത്തിക്ക് മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ ആട് വേദനയോടുകൂടി ദയനീയമായിട്ട് അയാൾ നോക്കുന്നുമുണ്ട്. നബി അയാളോട് ചോദിച്ചു, നിനക്ക് നേരത്തെ തന്നെ കത്തിക്ക് മൂർച്ച കൂട്ടി വെക്കാമായിരുന്നില്ലേ? നീ അതിനെ 2 പ്രാവശ്യം കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? അതുപോലെ നബി പറഞ്ഞു, ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ഫൈദ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ വളരെ നന്നായി അറുക്കുക. അതായത് ആ ഉരുവിന് യാതൊരു വിധത്തിലുള്ള വിഷമവും പ്രയാസവും തട്ടാത്ത രൂപത്തിൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ അതിനെ അറുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഒരു ഉറുമ്പിൻ്റെ കൂട് കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ സഹോദരൻ ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പിൻ്റെ കൂട് കത്തിച്ചത്? അപ്പം ഞങ്ങളാണ് എന്നൊരു കുറച്ച് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇന്നഹു ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. ആ തീയിൻ്റെ രക്ഷിതാവിനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല എന്ന് പറയാം. അത് ഒരിക്കലും ഒരു ജീവിയെയും തീ കൊടുത്ത് കൊല്ലരുത് എന്നർത്ഥം. അപ്പം ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ ചില മൃഗസ്നേഹികൾ ഇസ്ലാമിലെ ഈ ബലിയർക്കലിനെ സംബന്ധിച്ചൊക്കെ വളരെ കാര്യമായി തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബലിയർക്കൽ വളരെ ക്രൂരമാണ്, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ. എന്നാൽ നിത്യേന എന്നോണം എത്രയോ മൃഗങ്ങളെയാണ് ഭക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിലും ലോകത്തെമ്പാടും കൊന്നുകൊണ്ടിരിക്കുന്നത്. ആട്, മാട്, പശു, പോത്ത്, കോഴി, മത്സ്യം, ഇതൊക്കെ തന്നെ ജീവനുള്ള വസ്തുക്കളാണല്ലോ. ഇതൊക്കെ ഇഷ്ടം പോലെ നിത്യേന എന്നോണം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൊന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതൊന്നും യാതൊരു പരാതിയും ആർക്കുമില്ല. ഇപ്പം പണ്ട് വേദങ്ങളിലാണെങ്കിൽ ഈ ബ്രാഹ്മണന്മാരുടെ ഒക്കെ മതത്തിൽ പറയപ്പെടുന്നത് പലതരം യാഗങ്ങളെക്കുറിച്ച് അവരുടെ വേദങ്ങളിൽ പറയുന്നുണ്ട്. അശ്വമേധയാഗം, ഗോമേധയാഗം, അതേപോലെ പുരുഷമേധയാഗം. അശ്വമേധം എന്ന് പറഞ്ഞാൽ കുതിരകളെ കൊല്ലലാണ്. ഗോമേധം എന്ന് പറഞ്ഞാൽ പശുക്കളെ കൊല്ലൽ. പുരുഷമേധയാഗം, മനുഷ്യനെ കൊന്നുകൊണ്ട് പോലും യാഗം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് കുതിര, പശു, ആട്, കാള എന്നിവയൊക്കെ അഗ്നിയിൽ അർപ്പിച്ചിട്ട് അത് പിന്നീട് പുരോഹിതന്മാരൊക്കെ ഭക്ഷിച്ചിരുന്നതായിട്ട് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത കാലത്ത് UP-യിൽ പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു ഗോശാലയിൽ 70ഓളം പശുക്കൾ പട്ടികയിൽ നിന്ന് ചത്തൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും യാതൊരു വിഷമവും പരാതിയൊന്നും ആർക്കുമില്ല. ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ അറക്കപ്പെടുന്ന ബലിപെരുന്നാളിലൊക്കെ അറക്കപ്പെടുന്ന മാംസം വളരെ കൃത്യമായി അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിതരണം ചെയ്യുന്നത്. മക്കയിൽ ഹജ്ജ് കാലത്ത് ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ മാംസം അത് ആഫ്രിക്കയിലെ വളരെ ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് അത് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്, വളരെ ഭംഗിയായി പാക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വളരെ സുരക്ഷിതമായിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും വെറുതെ ആവശ്യമില്ലാതെ ഇതിൻ്റെ പേരിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ ഈ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ എത്രയോ പേരെയാണ് കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നിട്ടുള്ളത്. അതിനൊക്കെ വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ബോധപൂർവ്വം ചിന്തിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല